എന്തായാലും കലഹങ്ങൾക്കും തർക്കങ്ങൾക്കും ഇടയിലാണ് കോൺഗ്രസിന്റെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പ്രഖ്യാപിക്കുക. ആകെ 95 സീറ്റിലാണ് കോൺഗ്രസ് മത്സരിക്കുക. തളിപ്പറമ്പ് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കണോ എന്ന കാര്യത്തിലും ഇന്ന് തീരുമാനമുണ്ടാകും. പാർട്ടിക്കകത്ത് പ്രശ്നമില്ല എന്നാണ് നേതാക്കളുടെ അവകാശവാദം. ഇന്ന് കോൺഗ്രസിൻ്റെ ബാക്കിയുള്ള സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കും. നിങ്ങൾ പറയുന്ന പോലെ ഒരു പ്രശ്നവും ഇതിനകത്ത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തിലില്ല. ഞാൻ ഇന്നലെ അദ്ദേഹവുമായിട്ട് വളരെ വിശദമായി സംസാരിച്ചു. അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹം ഉണ്ട്. പക്ഷെ ആ കാര്യങ്ങൾ MP-മാർ 3-4 പേർക്ക് ഇത്തരം അഭിപ്രായങ്ങളുണ്ട്. പക്ഷെ അത് തീരുമാനിക്കേണ്ടത് ഞങ്ങളല്ല, തെരഞ്ഞെടുപ്പ് സമിതിയാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ അവരൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും അംഗീകരിക്കും. 3-4 പേർക്കെന്ന് പറയുമ്പോൾ 2-ൽ കൂടുതൽ MP-മാർക്ക് ആ ലിസ്റ്റിൽ ഇടം പിടിക്കുമോ എന്നറിയില്ല. എന്തായാലും പാലക്കാടൊക്കെ ഇതിനോടകം തന്നെ സീറ്റ് പ്രഖ്യാപനം നടത്തി കഴിഞ്ഞു. അപ്പോൾ അതിലൊന്നും മാറ്റം ഉണ്ടാകാൻ വഴിയില്ല. അറിയില്ല ഇനി അടൂർ പ്രകാശിനും കെ സുധാകരനും മാത്രമാണോ അതോ M.K. രാഘവൻ അടക്കമുള്ളവർ. M.K. രാഘവൻ പറയുന്നത് അതായത് തോൽക്കാനുള്ള ഒരു സീറ്റിൽ അല്ലെങ്കിൽ തോറ്റുപോകുന്ന സീറ്റിൽ നിന്ന് മത്സരം ജയിക്കണം എന്നാരൊക്കെയോ ആവശ്യപ്പെട്ടു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ M.K. രാഘവനും മത്സരിക്കാനുള്ള സന്നദ്ധത അദ്ദേഹം അറിയിക്കുന്നുണ്ട് പരോക്ഷമായി. അദ്ദേഹത്തിൻ്റെ പേരൊക്കെ ഉണ്ടാവുമോ എന്ന് കാത്തിരുന്ന് കാണാം. അതിനിടെ പെരുമ്പാവൂർ സീറ്റിന് എൽദോസ് കുന്നപ്പള്ളിയിൽ ഡൽഹിയിൽ നേതാക്കളുമായി ക്യാമ്പ് ചെയ്ത് കൂടിക്കാഴ്ച നടത്തുകയാണ്. വിനിത വിജയ വിവരങ്ങളുമായി ചെയ്യുന്നുണ്ട്. വിനിത, അപ്പോൾ അവരുടെ കോൺഗ്രസ് തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കെ സുധാകരനായിരുന്നു. വാഴ നനയുമ്പോൾ ചീര നനയും എന്ന് പറയുന്ന അടൂർ പ്രകാശിനും ഉറപ്പായും ആഗ്രഹമുണ്ടായിരുന്നു. അദ്ദേഹം പക്ഷേ കെ സുധാകരൻ നടത്തിയ പോലെ ഒരു ഷോ അങ്ങനെ നടത്തിയിട്ടൊന്നുമില്ല. അപ്പോൾ ആ 2 കാര്യത്തിൽ തീരുമാനം ഉണ്ടാകുന്നുണ്ട്. തീരുമാനമായി കഴിഞ്ഞാൽ ഇനി കൊച്ചിയിൽ ദീപ്തി മേരി വർഗീസ് ആണോ ഷിയാസ് ആണോ തുടങ്ങിയ കാര്യങ്ങൾ ചെറിയ കൺഫ്യൂഷൻ ഒഴിവാക്കി നിർത്തിക്കഴിഞ്ഞാൽ ബാക്കി മുഴുവൻ സ്ഥാനാർത്ഥികളുടെ പട്ടിക ഇന്ന് പ്രഖ്യാപിക്കാൻ പോകുന്നു കോൺഗ്രസ് എന്ന് പറയാമോ വിനിത? ഹാഷ്മി, ഉറപ്പായും അങ്ങനെ തന്നെയാണ് അറിയാൻ കഴിയുന്നത്. രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം അത് ഇന്ന് തന്നെ ഉണ്ടാകും. അതുമായി ബന്ധപ്പെട്ട ഇന്ന് 4 മണിക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി വീണ്ടും യോഗം ചേരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളൊക്കെ പൂർത്തിയാക്കുകയും ഒപ്പം തന്നെ അവസാനഘട്ട പട്ടിക നേതൃത്വം ഈ CC-ക്ക് കൈമാറുകയും ചെയ്യും. ഈ CC ആണ് അതിലൊരു അന്തിമ തീരുമാനം എടുക്കുന്നതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. ഇത് നമുക്ക് അറിയേണ്ടത് ഇന്നലത്തെ ഒരു 55 സ്ഥാനാർത്ഥികളെ 55 മണ്ഡലങ്ങളിലാണ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ചത്. പക്ഷേ രണ്ടാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ സ്ഥിതിഗതികൾ അങ്ങനെയല്ല. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ അടക്കം കോൺഗ്രസ് പിന്തുണയ്ക്കും എന്ന് അറിയിച്ച സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ തന്നെ നിലപാട് ഒന്നുകൂടി വ്യക്തമാക്കേണ്ടതുണ്ട്. അത് ഈ G. സുധാകരന്റെ കാര്യത്തിൽ G. സുധാകരനെ അമ്പലപ്പുഴയിൽ പിന്തുണയ്ക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ P.K. ശശിക്ക് പിന്തുണ അറിയിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെയുള്ള ഒരു വ്യക്തത എന്നതിനപ്പുറം ഒരു കൃത്യമായിട്ടുള്ള ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഇന്നുണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നതിൽ ഏറ്റവും ഒരു പ്രശ്നം ഇപ്പോഴും നിലനിൽക്കുന്നത് എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിൽ തന്നെയാണ്. ഏറ്റവും അവസാന ഘട്ടത്തിൽ വരെ എൽദോസ് കുന്നപ്പള്ളിയുടെ പേര് പരിഗണനയിലുണ്ടായിരുന്നു. പക്ഷേ പിന്നാലെ ചില പരാതികൾ ഉയർന്നതിനെ തുടർന്നാണ് അവിടെ മറ്റു ചില സ്ഥാനാർത്ഥികളുടെ പേര് കൂടി അവസാന ചർച്ചകൾക്കിടയിൽ പരിഗണനയിൽ വന്നത്. തൊട്ടു പിന്നാലെ എൽദോസ് കുന്നപ്പള്ളി ഡൽഹിയിലെത്തുകയും ഇപ്പോൾ ഇതാ ആഞ്ഞു പിടിച്ച അദ്ദേഹം നേതാക്കളുമൊക്കെയായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യുന്നുണ്ട്. ഈ സീറ്റിലും അന്തിമ തീരുമാനം നേതൃത്വം എന്നതിനപ്പുറം അന്തിമ തീരുമാനം തെരഞ്ഞെടുപ്പ് സമിതിയിലേക്ക് വിട്ടിരിക്കുന്നുവെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്ന് പ്രഖ്യാപനത്തിൽ ഈ എൽദോസ് കുന്നപ്പള്ളി മത്സരിക്കുന്ന പെരുമ്പാവൂർ സീറ്റ് ഉണ്ടാകുമോ എന്ന് തന്നെയാണ് അറിയാനുള്ളത്. ഒപ്പം തന്നെ പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ പത്തനംതിട്ടയിലെ ഒരു മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നില്ല. അവിടെയും ഇന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമോ എന്ന് അറിയേണ്ടതായിട്ടുണ്ട്. തിരുവനന്തപുരത്തിലേക്ക് വരുമ്പോൾ തിരുവനന്തപുരം തെക്കൻ മേഖലകളിൽ ഏറ്റവും കൂടുതൽ തർക്കങ്ങൾ നിലനിൽക്കുന്ന ഒരു മേഖലയാണ് തിരുവനന്തപുരം ജില്ല. ഈ തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് അറിയാൻ കഴിയുന്നത് ശിവകുമാർ അരുവിക്കരയിൽ ഉറപ്പിച്ചു എന്നുള്ളത് തന്നെയാണ്. ഒപ്പം തന്നെ നെടുമങ്ങാട് മീനാങ്കൽ കുമാർ, ഒപ്പം തന്നെ BRM ഷഫീർ എന്നിവരാണ് അവസാനഘട്ട പരിഗണനയിലുള്ളത്. ഇവരിൽ ആരെങ്കിലും ആയിരിക്കും സ്ഥാനാർത്ഥി എന്നാണ് നമുക്ക് നിലവിലുള്ള വിവരങ്ങൾ അനുസരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത്. വാമനപുരത്ത് പാലോട് രവിയും ഒപ്പം തന്നെ സുധീർ ഷാ പാലോടുമാണ് അന്തിമ പരിഗണനയിലുള്ളത്. ഇതാ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി ഇക്കാര്യത്തിലൊരു അന്തിമ തീരുമാനം ഇന്ന് എടുത്തേക്കും. നെയ്യാറ്റിൻകരയിൽ N. ശക്തൻ ഏറെക്കുറെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം പാറശാലയിൽ നെയ്യാറ്റിൻകര സനൽ അദ്ദേഹവും ഏറെക്കുറെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചിട്ടുണ്ട്. വർക്കല കഹാർ ആയിരിക്കും സ്ഥാനാർത്ഥി എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നേമത്ത് KS ശബരിനാഥൻ തന്നെയായിരിക്കും സ്ഥാനാർത്ഥി എന്നാണ് അറിയാൻ കഴിയുന്നത്. ആദ്യം അരുവിക്കരയിലൊക്കെ അദ്ദേഹത്തിന്റെ പേര് പരിഗണിക്കുന്നതായിട്ടുള്ള ചില ചർച്ചകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഏറെക്കുറെ ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക് എത്തുമ്പോൾ നേമത്ത് തന്നെയാണ് അദ്ദേഹത്തിന്റെ പേര് എത്തിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. നെടുമങ്ങാടും വാമനാപുരം പാനലുകളിൽ
നേരത്തെ ഈ സ്ക്രീനിംഗ് കമ്മിറ്റിയാണ് ഇത്തരത്തിലേക്കൊരു ശുപാർശ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ കായംകുളത്ത് എം ലിജു തന്നെയാവും സ്ഥാനാർത്ഥി എന്ന് നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. ഇത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ചെങ്ങന്നൂരിൽ ബാബു പ്രസാദ് തന്നെയായിരിക്കും സ്ഥാനാർത്ഥി. അവിടെ അന്തിമഘട്ടത്തിൽ ഈ ബിനു ചുള്ളിയലിന്റെ പേര് കൂടി ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് രമേശ് ചെന്നിത്തലയൊക്കെ ചില അഭിപ്രായങ്ങൾ മുന്നോട്ട് വെക്കുകയും അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് ചെങ്ങന്നൂരിൽ ബാബു പ്രസാദ് തന്നെയായിരിക്കും സ്ഥാനാർത്ഥി എന്നാണ് അന്തിമഘട്ട തീരുമാനങ്ങളിലേക്ക് നേതൃത്വം എത്തിയിരിക്കുന്നത്. ഈ പട്ടിക ഇന്ന് 4 മണിക്ക് ചേരുന്ന തെരഞ്ഞെടുപ്പ് സമിതിക്ക് കൈമാറുകയും തെരഞ്ഞെടുപ്പ് സമിതി ആ പട്ടിക അംഗീകരിക്കുകയും ചെയ്യും. തൊട്ടു പിന്നാലെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. കോന്നി, കണ്ണൂർ, പെരുമ്പാവൂർ എന്നീ മണ്ഡലങ്ങളിൽ ഇന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നുള്ളത് തന്നെയാണ് ഹാഷ്മി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.